കല്യാണി. GUPS പുറത്തൂർ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സൂക്ഷ്മ നിരീക്ഷണം എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഞാൻ എൻ്റെ വീടും പരിസരവുമാണ് നിരീക്ഷിച്ചത്. ഞാൻ നിരീക്ഷിച്ച അനുഭവങ്ങൾ നിങ്ങളോടുമായി ഞാൻ പങ്കുവെക്കുന്നു. കൂട്ടുകാരെ, ഇത് എന്തിൻ്റെ പൂവാണെന്ന് മനസ്സിലായോ? മിക്ക വീടുകളിലും കാണപ്പെടുന്ന കസ്റ്റർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം എന്ന ഫ്രൂട്ടിൻ്റെ പൂവാണ്. ആ പൂവിലെ നിരവധി സ്വതന്ത്ര അണ്ഡാശയങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ചെറിയ ഫലങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് സീതപ്പഴം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. പുറം ഭാഗം ചെറിയ ഖണ്ഡങ്ങളായി കാണപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിലെ മാംസള ഭാഗം വെളുത്ത നിറത്തിലും വളരെ മധുരമുള്ളതുമാണ്. കറുത്ത തിളക്കമുള്ള വിത്തുകൾ ധാരാളം ഉണ്ടാകും. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഫൈബർ കൂടുതൽ ഉള്ളതിനാൽ ദഹനത്തിന് സഹായിക്കുന്നു. എൻ്റെ നിരീക്ഷണത്തിൽ രസകരമായി തോന്നിയ ഒരു വീഡിയോ ആണിത്. എന്താണെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരാം. ഈച്ചയ്ക്ക് മനുഷ്യരെ പോലെ കടിച്ചു തിന്നാൻ പല്ലുകളില്ല. അതിൻ്റെ വായ്ഭാഗത്തെ പ്രോബോസിസ് എന്ന് വിളിക്കുന്നു. ഇതൊരു സ്പോഞ്ച് പോലുള്ള ഘടനയാണ്. ഈച്ചയ്ക്ക് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ നേരിട്ട് കുടിക്കാൻ കഴിയൂ. ഖരഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവയുടെ മേൽ ഈച്ച ആദ്യം ഉമിനീർ പുറത്തുവിടുന്നു. ആ ഉമിനീർ ഭക്ഷണത്തെ ദ്രാവക രൂപത്തിലാക്കുന്നു. തുടർന്ന് സ്പോഞ്ച് പോലുള്ള വായുഭാഗം ഉപയോഗിച്ച് അത് വലിച്ചെടുക്കുന്നു. എന്ത് രസകരമായിട്ടാണ് ഈച്ച ഭക്ഷണം കഴിക്കുന്നതല്ലേ? ഈച്ചകൾ മാലിന്യങ്ങളിലും അഴുക്കിലും ഇരിക്കുന്നതിനാൽ രോഗാണുക്കൾ ഭക്ഷണത്തിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണം മൂടി വെക്കുന്നത് ആരോഗ്യത്തിന് പ്രധാനമാണ്. തേനീച്ചകൾ പ്രകൃതിയിലെ ഏറ്റവും ക്രമബദ്ധമായ ജീവികളിൽ ഒന്നാണ്. അവ കൂട്ടമായി ജീവിക്കുന്നു. മെഴുകുപയോഗിച്ച് മനോഹരമായ കൂടുകൾ നിർമ്മിക്കുന്ന ഒരു വീഡിയോ ആണ്. തേനീച്ചകൾ പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന തേനും പൂമ്പൊടിയും കൂടിനുള്ളിൽ സൂക്ഷിക്കുന്നതിനാണ് കൂടുകൾ നിർമ്മിക്കുന്നത്. ശരീരത്തിലെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക് ഉപയോഗിച്ചാണ് കൂട് നിർമ്മിക്കുന്നത്. ഈ കൂടുകൾ സാധാരണയായി ഷഡ്ഭുജ ആകൃതിയിലുള്ള അറകളാൽ കാണപ്പെടുന്നു. തേനീച്ചകളുടെ കൂടുകൂട്ടൽ പ്രകൃതിയിലെ സഹകരണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മികച്ച ഉദാഹരണമാണ്. വൈകുന്നേരം ചായയോടൊപ്പം ബ്രെഡ് കഴിക്കാൻ എടുത്തപ്പോഴാണ് ബ്രെഡിലെ ഈ പൂപ്പൽ ഞാൻ കാണുന്നത്. ബ്രെഡ് കുറച്ച് ദിവസങ്ങൾ തുറന്നു വെച്ചാൽ അതിൻ്റെ മേൽഭാഗത്ത് പച്ച, കറുപ്പ് അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ വളരുന്നത് കാണാം. ഈ പൂപ്പൽ ഒരു തരം ഫംഗസാണ്. വായുവിൽ വ്യാപിച്ചു കിടക്കുന്ന സൂക്ഷ്മ ബീജാണുക്കൾ ബ്രെഡിൽ പതിക്കുകയും അനുയോജ്യമായ ഈർപ്പവും ചൂടും ലഭിക്കുമ്പോൾ വളരുകയും ചെയ്യുന്നു. പൂപ്പൽ വളരുന്നതിനനുസരിച്ച് ബ്രെഡിൻ്റെ നിറവും മണവും രൂപവും മാറുന്നു. പൂപ്പൽ ബാധിച്ച ബ്രെഡ് ഭക്ഷ്യയോഗ്യമല്ല, കാരണം അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ, എൻ്റെ നിരീക്ഷണ വീഡിയോ നിങ്ങൾ കണ്ടുവല്ലോ. ഞാൻ ഈ നിരീക്ഷണ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഭൂമി നമ്മുടെ പാരമ്പര്യമല്ല, തലമുറയിൽ നിന്ന് കടം വാങ്ങിയ സമ്പത്താണ്. ഓരോ ജീവജാലങ്ങളും ഭൂമിയുടെ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി നിലനിർത്താൻ നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നന്ദി.